ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു കമ്പോണൻ്റായ ഐഡൻറ്റിറ്റി ആസ് എ സർവീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു കമ്പനി അതിലെ എംപ്ലോയീസിന് ഒരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് കയറേണ്ടി വരും അല്ലേ, പല ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ ലോക്കൽ സെർവർ ആകാം, ഇല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് സെർവർ ആകാം. പക്ഷേ ഈ എംപ്ലോയീസ് അവിടെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പല സെർവേഴ്സ് ആക്സസ് ചെയ്യാൻ നേരത്ത് പല യൂസർ നെയിമും പാസ്വേഡ് കോമ്പിനേഷൻസും ഓർത്ത് വെക്കണം. മാത്രമല്ല, ഇപ്പം ആ എംപ്ലോയി ആ കമ്പനി വിട്ടു പോയെങ്കിൽ ആ പർട്ടിക്കുലർ യൂസറിൻ്റെ ഓരോ അക്കൗണ്ടും ഡിസേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് പിന്നെ കമ്പനിക്ക് എൻഷുർ ചെയ്യേണ്ടി വരുന്നു. ഇത് IT സ്റ്റാഫിൻ്റെ വർക്ക് ലോഡ് വളരെ കൂട്ടുന്നു. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ ടെക്നിക് എമർജ് ചെയ്തിരിക്കുന്നത്, ഐഡൻറ്റിറ്റി ആസ് എ സർവീസ്. അപ്പോൾ ഐഡൻറ്റിറ്റി ആസ് എ സർവീസ് ഇത് ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻസിനെ മാനേജ് ചെയ്യുന്നത് ഓഫർ ചെയ്യുന്നു. ഒരു ഡിജിറ്റൽ എൻറ്റിറ്റി ആയിട്ടാണ് ഇവിടെ ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻസിനെ മാനേജ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കിടുന്ന ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ഇലക്ട്രോണിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അതെന്തെങ്കിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, അത് നമ്മളെ റെക്കഗ്നൈസബിൾ ആക്കുന്നു, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എംപ്ലോയിനെ റെക്കഗ്നൈസബിൾ ആക്കുന്നു. അപ്പം എല്ലാ ഒബ്ജക്റ്റിനും സെയിം ആയിട്ടുള്ള കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റീസ് ഒരിക്കലും സെയിം ആവുകയില്ലല്ലോ. ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി അസൈൻ ചെയ്യുന്നു, ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ആട്രിബ്യൂട്ട്സിലൂടെ. പലതരത്തിലുള്ള ഐഡൻറ്റിറ്റി സർവീസുകളുണ്ട്. അത് സർവീസുകളെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്ലോയ് ചെയ്യുന്നു. അതായത് വാലിഡേറ്റിംഗ് വെബ്സൈറ്റ്സ്, ട്രാൻസാക്ഷൻ പാർട്ടിസിപ്പൻസ്, ക്ലയൻറ്റ്സ് എക്സെട്ര. ഐഡൻറ്റിറ്റി ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സർവീസുകളാണ് ഡയറക്ടറി സർവീസസ്, ഫെഡറേറ്റഡ് സർവീസസ്, രജിസ്ട്രേഷൻ, ഒതൻറ്റിക്കേഷൻ സർവീസസ്, റിസ്ക് ആൻഡ് ഇവൻറ്റ് മോണിറ്ററിംഗ്, സിംഗിൾ സൈൻ ഓൺ സർവീസസ്, ഐഡൻറ്റിറ്റി ആൻഡ് പ്രൊഫൈൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യം വന്ന ടോപ്പിക്കാണ് സിംഗിൾ സൈൻ ഓൺ എന്ന് പറയുന്ന സർവീസ്. അവിടെ എന്താ പ്രശ്നം? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ടെങ്കിൽ ആ സെർവേഴ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡൊക്കെ ഓർത്തിരിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ സൈൻ ഓൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇവിടെ ഉപയോഗിക്കാം. ഇതെന്ന് പറയുന്നത് അലോ ചെയ്യുന്നു യൂസറിന് ഒരു സമയം ഒരു സ്ഥലത്ത് ലോഗിൻ ചെയ്താൽ മതി, എന്നിട്ട് ബാക്കിയുള്ള സിസ്റ്റത്തിൽ അങ്ങനെ ലോഗിൻ ചെയ്തതിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം സിംഗിൾ സൈൻ ഓൺ ഇതെന്ന് പറയുമ്പോൾ സിംഗിൾ ഒതൻറ്റിക്കേഷൻ സെർവർ ഇതിനുണ്ട്. ഇതുപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ ആക്സസ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും മറ്റ് സിസ്റ്റത്തിലേക്കുള്ള. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. യൂസറുണ്ട്, ഒതൻറ്റിക്കേഷൻ ഉണ്ട്, പിന്നെ പല സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ പല ഇംപ്ലിമെൻറ്റേഷൻസ് ഈ സിംഗിൾ സൈൻ ഓൺ എന്ന് പറയുമെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ എന്താ ഉപയോഗിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഫിഗർ. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആദ്യം യൂസർ ലോഗിൻ ചെയ്യുന്നു ഒതൻറ്റിക്കേഷൻ സെർവറിലേക്ക് യൂസർ നെയിമും പാസ്വേഡും അപ്പോൾ അടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഒതൻറ്റിക്കേഷൻ സെർവർ യൂസറിന് ഒരു ടിക്കറ്റ് റിട്ടേൺ ചെയ്യുന്നു. ഒതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസർ ആ ടിക്കറ്റിനെ ഇൻട്രാനെറ്റ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇൻട്രാനെറ്റ് സെർവർ ആ ടിക്കറ്റിനെ ഒതൻറ്റിക്കേഷൻ സെർവറിലേക്ക് കൊടുക്കുന്നു. ഒതൻറ്റിക്കേഷൻ സെർവർ യൂസേഴ്സിൻ്റെ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് ഇൻട്രാനെറ്റ് സെർവറിലേക്ക് കൊടുക്കുന്നു. ഇപ്പം ഒരു എംപ്ലോയിയെ കമ്പനി ലീവ് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ എംപ്ലോയിയുടെ യൂസർ അക്കൗണ്ട് ഡിസേബിൾ ചെയ്യുക ഈ ഒതൻറ്റിക്കേഷൻ സെർവർ ചെയ്യുകയാണെങ്കിൽ യൂസേഴ്സിൻ്റെ ആ പർട്ടിക്കുലർ യൂസർ, ആ കമ്പനി ലീവ് ചെയ്ത പർട്ടിക്കുലർ യൂസറിൻ്റെ എല്ലാ സിസ്റ്റത്തിലേക്കുമുള്ള ആക്സസ് പ്രൊഹിബിറ്റ് ആകുന്നു. നെക്സ്റ്റ് വൺ ഈസ്
ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ്. ഫെഡറേറ്റഡ് ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് FIDM ഇതെന്ന് പറയുന്നത് ഒരു ടെക്നോളജിയും പ്രോട്ടോക്കോൾസുമാണ്. ഇത് യൂസറിനെ എനേബിൾ ചെയ്യുന്നു സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് സെക്യൂരിറ്റി ഡൊമെയിൻസിൽ പാക്കേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സെക്യൂരിറ്റി മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു യൂസേഴ്സിൻ്റെ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസിനെ പാക്കേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻട്രാൻസ് സെർവറുണ്ട്, യൂസറുണ്ട്, ഒതൻറ്റിക്കേഷൻ സെർവറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ യൂസർ ഒതൻറ്റിക്കേഷൻ സെർവറിലെ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്ത് ഒതൻറ്റിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ പർട്ടിക്കുലർ യൂസറിൻ്റെ ടിക്കറ്റ് ഇൻട്രാൻസ് സെർവർ കയ്യിലുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രാൻസ് സെർവർ അത് ഒതൻറ്റിക്കേഷൻ സെർവറിന് കൊടുക്കുന്നു. അപ്പോൾ ഒതൻറ്റിക്കേഷൻ സെർവർ ആ പർട്ടിക്കുലർ യൂസറിൻ്റെ ക്രെഡൻഷ്യൽ ഡീറ്റെയിൽസും എന്തൊക്കെ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ SAML പാക്കറ്റിലാക്കി ഇൻട്രാൻസ് സെർവറിന് അയച്ചു കൊടുക്കുന്നു. അടുത്തതാണ് ഓപ്പൺ ID. ഇതെന്ന് പറയുന്നത് യൂസേഴ്സിന് മൾട്ടിപ്പിൾ വെബ്സൈറ്റിൽ സിംഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഗൂഗിൾ, യാഹൂ, ഫ്ലിക്കർ, MySpace, WordPress.com ഇതൊക്കെ പല കമ്പനീസാണ് ഇത് ഓപ്പൺ ID സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈറ്റിൻ്റെ കോൺവെർസേഷൻ റേറ്റ്സ് ഇത് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രേറ്റർ യൂസർ പ്രൊഫൈൽ കണ്ടൻറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ലോസ്റ്റ് പാസ്വേഡ്സ് എന്ന പ്രോബ്ലംസ് ഇവിടെ വളരെ കുറവാണ്. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സുമായിട്ട് കണ്ടൻറ്റ് ഇൻറ്റഗ്രേഷൻ എളുപ്പമാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഐഡൻറ്റിറ്റി ആസ് എ സർവീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.